الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനമുള്ള സാദാത്തുക്കൾ, വിശിഷ്യ KKS തങ്ങൾ, KMS തങ്ങൾ, മുർത്തദ തങ്ങൾ, മഹാന്മാരായ ഉലമാക്കൾ, EM ഉസ്താദ്, ഉമർ മുസ്ലിയാർ, മാനു മുസ്ലിയാർ, മറ്റ് മഹാന്മാരായതായിരിക്കുന്ന നേതാക്കൾ, പ്രിയപ്പെട്ട ബഹുമാന്യരായ SSFൻ്റെ വിദ്യാർത്ഥികൾ, നാളെയുടെ നായകന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ വേണ്ടതുപോലെ ജീവിതത്തിൽ പകർത്തി വരും തലമുറയ്ക്ക് കൈമാറാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ഈ സമൂഹത്തോട് പറഞ്ഞതാണ്, ഫൽയുബല്ലിഗി ശാഹിദു വൽ ഗായിബ്. ഇവിടെ സന്നിഹിതരായ ആളുകൾ മഹത്തായി സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറണം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ആരംഭിച്ച മഹത്തായി ദീൻ ഇന്ന് പരിപൂർണമായിരിക്കുകയാണ്. അലാ ബല്ലഗ്തു, പടച്ചവനെ ഞാനിത് എൻ്റെ സമൂഹത്തിലേക്ക് കൈമാറിയില്ലേ, അല്ലാഹുമ്മ ഫശ്ഹദ്, നീ ഇതിന് സാക്ഷിയാണ്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പരിപൂർണതയ്ക്ക് ശേഷമുള്ളതായിരിക്കുന്ന പ്രഖ്യാപനമായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നിർവഹിച്ചു. ഹിജറയുടെ 5-ാം വർഷം മഹത്തായ ദീനിനെ സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിച്ച വിഭാഗമാണ് ഭാരതത്തിലെ കേരളീയരായതായിരിക്കും നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പിതാമഹന്മാർ. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മുടെ കൈവശമിരിക്കുന്ന മഹത്തായി സന്ദേശം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, അത് ഇസ്ലാമിൻ്റെ പരിപൂർണമായ രൂപമാണ്. കേട്ടറിഞ്ഞത് മാത്രമല്ല, അനുഭവിച്ചറിഞ്ഞവരാണ് കേരളീയരായതായിരിക്കും നമ്മുടെ പിതാമഹന്മാർ. കൈമാറി വന്ന ആശയങ്ങൾ പഠിച്ചതും പകർത്തിയതുമാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതായിരിക്കും നിർദ്ദേശം. ഞാൻ പറയുന്നത് സ്വീകരിക്കുക എന്ന് മാത്രമല്ല, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, കണ്ടതുപോലെ പ്രവർത്തിക്കണം. കാണാനും കേൾക്കാനും ഭാരതത്തിൽ വലിയ സൗഭാഗ്യം സിദ്ധിച്ചതായിരിക്കുന്ന വിഭാഗമായിരുന്നു കേരളീയരായ നമ്മുടെ പിതാമഹന്മാർ. ആ മഹത്തായതായിരിക്കുന്ന സന്ദേശം കേടുകൂടാതെ സംരക്ഷിക്കുകയും വരും തലമുറയിലേക്ക് പകർന്നു നൽകുകയും ചെയ്ത നമ്മുടെ പിതാമഹന്മാർ ഹിജറയുടെ 5-ാം വർഷം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പള്ളികൾ സ്ഥാപിക്കുകയും പള്ളി ദർസുകൾ ആരംഭിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ തുടർച്ചയായിരുന്നു 926 വരെ വിഘടിത വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് വരെ പോറലേൽക്കാതെ കേരളത്തിലുണ്ടായത്. ഈ സുന്ദരമായതായിരിക്കുന്ന സാഹചര്യം വികലപ്പെടുത്താൻ, വികൃതമാക്കാൻ, അതിൽ കളങ്കം ചേർത്താൻ, മായം ചേർക്കാൻ
ഒരു വിഭാഗം പൊട്ടി പുറപ്പെട്ടപ്പോൾ, അതിൽ മുതിർന്നപ്പോൾ മഹത്തായ ദീനിൻ്റെ സംരക്ഷണം ബല്ലിഗൂ അന്നീ വലൗ ആയ, ഞാൻ പറഞ്ഞതായിരിക്കുന്ന കാര്യം ഓരോരുത്തരും കഴിവതനുസരിച്ച് ജനങ്ങളിലേക്ക് കൈമാറണം. റുബ്ബ മുബല്ലഗിൻ നൗആമിൻ സാമിഇ, നിങ്ങളെക്കാൾ ഗ്രഹിക്കാൻ കഴിവുള്ളതായിരിക്കുന്ന പിൻതലമുറ വരാനിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മടി കാണിക്കരുതെന്ന് പറഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം പാലിച്ച നമ്മുടെ മുൻഗാമികൾ നമ്മളിലേക്ക് എത്തിച്ചത് പോറലേൽക്കാതെ പരിശുദ്ധമായതായിരിക്കുന്ന ഇസ്ലാമിൻ്റെ പുണ്യരൂപം, പൂർണ്ണരൂപം അത് നാം കൈമാറി വരുമ്പോഴാണ് അതിൽ മായം ചേർക്കാനും അതിനെ വികലപ്പെടുത്താനും ഒരു വിഭാഗം ആളുകൾ പുറപ്പെട്ടത്. അപ്പോഴാണ് മഹത്തായതായിരിക്കുന്ന നമ്മുടെ മുൻഗാമികൾ 100 പ്രകാശവർഷങ്ങൾക്ക് മുമ്പ് മഹത്തായതായിരിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പരിപൂർണ രൂപം സംരക്ഷിക്കുകയും വരും തലമുറയിലേക്കത് കൈമാറണമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിന് തീരുമാനമെടുക്കുകയും ചെയ്തത്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത് മഹത്തായതായിരിക്കുന്ന ദീനിൻ്റെ സംരക്ഷണത്തിനും കൈമാറ്റത്തിനും സംഘടിതമായി തീരുമാനിച്ച തീരുമാനമാണ്, ഒരു പുതിയ ശൈലിയല്ല. മഹാന്മാരായ സ്വഹാബത്തും താബികളും പിൻഗാമികളും കൈകാര്യം ചെയ്തു വന്നായിരിക്കുന്ന അതേ രൂപം വിഘടനവാദികൾ വികലമാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി ഐക്യരൂപം സ്വീകരിക്കുകയും അതിന് രൂപം നൽകുകയും ചെയ്തു. മഹാന്മാരായ സാദാത്തുക്കൾ അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു, മഹാന്മാരായതായിരിക്കുന്ന ഉലമാക്കൾ അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് 100 വർഷം പരിപൂർണമായി മഹത്തായ ദീനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത മഹാന്മാർ അതിനെ വികൃതമാക്കാൻ അനുവദിക്കാതെ സംരക്ഷിച്ചു പോന്നു, നമ്മുടെ കൈകളിലെത്തിച്ചു. ആ മഹത്തായ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 വർഷം കഴിഞ്ഞപ്പോൾ, അടുത്ത വർഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തുള്ള സൽപ്രവർത്തനങ്ങൾ അയവിറക്കുകയും സന്തോഷിക്കുകയും മഹത്തായതായിരിക്കുന്ന ഈ ദൗത്യം വരും തലമുറയിലേക്ക് കൈമാറാൻ തീരുമാനിക്കുകയും ചെയ്തു. അതാണ് സെൻറ്റിനറി. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നാം അത് ആഘോഷിക്കുകയാണ്. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നിൻ്റെ നേതാക്കൾ മഹാനായ സുലൈമാൻ ഉസ്താദ്, മഹാനായ സുൽത്താനുൽ ഉലമ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ത്യാഗീവര്യന്മാരായ അവരുടെ മഹത്തായതായിരിക്കുന്ന വിശ്രമമില്ലാത്ത ഈ ജീവിതം നാം ഏറ്റെടുക്കുകയും വരും തലമുറയിലേക്ക് സുന്ദരമായി സുശക്തമായി അത് കൈമാറുകയും ചെയ്യണം. അതിനുള്ള പ്രതിജ്ഞ എടുക്കുന്നവരാണ് നമ്മുടെ മുൻഗാമികളുടെ മഹത്തായ ദൗത്യം ആർജവത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുന്നവരാണ് അൽഹംദുലില്ലാഹ് യുവ നിരയിലെ മുതിർന്ന വിദ്യാർത്ഥികൾ, SSF സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. പെരിന്തൽമണ്ണയിലാണ് മഹത്തായ ജാമിയ നൂരിയയിൽ വെച്ച് 73 അതിന് ആരംഭം കുറിക്കുന്നത്. വിനീതനായ ഞാൻ ഉൾപ്പെടെ അന്നത്തെ വിദ്യാർത്ഥികൾ ആ കാര്യം സമൂഹത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയും സുന്നി വിദ്യാർത്ഥികൾ അടങ്ങിയിരിക്കാൻ പാടില്ല, മഹത്തായി സമൂഹത്തിൻ്റെ നാളെയുടെ നായകന്മാരാകേണ്ടുന്ന ആളുകൾ പുറകിൽ പോകാൻ പാടില്ല. മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് സമന്വയ വിദ്യാഭ്യാസം, മതവിദ്യാർത്ഥികളും അതോടുകൂടെ തന്നെ ഭൗതിക വിദ്യാർത്ഥികളും അന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2 ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. മതവിദ്യാർത്ഥികൾ ഭൗതികമായി കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന പരാതി നിലവിലുണ്ട്. ഭൗതിക വിദ്യാർത്ഥികൾ മതപരമായതായിരിക്കുന്ന കാര്യങ്ങളിൽ ഔത്സുഖ്യം കാണിക്കുന്നില്ല എന്ന പരാതിയുണ്ട്. ഈ 2 തലത്തിലുള്ളതായിരിക്കുന്ന പരാതിയും പരിഹരിച്ച് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ, ജീവിക്കുന്ന കാലം
ഈ മഹത്തായതായിരിക്കുന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് സൗഭാഗ്യം നീ അനുവദിക്കണം, സൗഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നശ്വരമായതായിരിക്കുന്ന ഈ ജീവിതം അവസാനിച്ച് ശാശ്വതമായതായിരിക്കുന്ന ജീവിതം ആരംഭിക്കുമ്പോൾ വഫില്ലാഹിറതി ഹസനത്തം, പരലോകവും സുഭദ്രമായിരിക്കണം, സന്തോഷദായകമായിരിക്കണം എന്ന് ദുആ ചെയ്യുന്നു. ഇത് ദുആയിൽ ഒതുക്കാതെ പ്രവർത്തനത്തിലെത്തിക്കുക എന്നതായിരുന്നു മഹത്തായ വിദ്യാർത്ഥി സംഘടനയുടെ ദൗത്യം. അൽഹംദുലില്ലാഹ് അത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഭാരതത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിക്കുകയും ഭാരതത്തിൽ ഒതുങ്ങി നിൽക്കാതെ മുസ്ലിങ്ങൾ താമസിക്കുന്ന മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പന്തലിക്കുകയും ചെയ്യുമ്പോൾ കശജറത്തിൻ ത്വയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തും വഫർഉഹാ ഫിസ്സമാ, എത്ര മനോഹരമായതായിരിക്കുന്ന ദൃശ്യമാണ് കാണാൻ. എൻ്റെ പ്രിയപ്പെട്ട SSFൻ്റെ കൂട്ടുകാരോട്, നിങ്ങൾ മഹത്തായതായിരിക്കുന്ന ഇതിൻ്റെ നാളെയുള്ള നായകന്മാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സമൂഹം വിലയിരുത്തുന്നു. നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഉണർത്താനുള്ളത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ വിശ്വാസം കൈവരിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ചായിരിക്കുന്ന സുഹൃത്തുക്കളെ, കൂനൂ മഅസ്വാദിഖീൻ, നിങ്ങളുടെ ജീവിതം സ്വാദിഖീങ്ങളുടെ കൂടെയായിരിക്കണം, നല്ലവരുടെ കൂടെയായിരിക്കണം. മുഖാമികളായതായിരിക്കും നമ്മുടെ ആളുകൾ ജീവിച്ച് കാണിച്ചു തന്നായിരിക്കുന്ന ആ മാതൃക വാക്കിലൊതുക്കാതെ പ്രവർത്തനത്തിൽ പൂർണ്ണമായി നിങ്ങൾ പ്രദർശിപ്പിക്കണം. നിങ്ങളെ സമൂഹം നോക്കിക്കാണുകയാണ്. SSFൻ്റെ വിദ്യാർത്ഥികൾ നാളെയുടെ നായകന്മാർ എന്ന അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല. അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ കണ്ട് പഠിക്കാൻ നമ്മുടെ പിൻഗാമികളായതായിരിക്കുന്ന ആളുകൾ സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലുണ്ടാകുന്ന ചെറിയ തോതിലായിരിക്കുന്ന വൈകല്യമാണെങ്കിൽ പോലും അതേറ്റവും ഗുരുതരമായതായിരിക്കുന്ന ക്രമക്കേടായി സമൂഹം മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാതൃകയാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട SSFൻ്റെ വിദ്യാർത്ഥികൾ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വരയും നിങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ കലാപ്രകടനങ്ങളും അതെല്ലാം സമൂഹത്തിന് ഉപകരിക്കുന്നതും മാതൃകായോഗ്യമാകാനും ശ്രമിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തന വേദിയിൽ ഏറ്റവും മികച്ച കാഴ്ച പ്രകടിപ്പിക്കാൻ അവസരം കിട്ടുന്നവരാണ് SSFൻ്റെ വിദ്യാർത്ഥികൾ. അവർ വളർന്നിട്ടാണ് അടുത്ത SYS ആയിത്തീരുന്നത്. അവർ മുതിരുമ്പോഴാണ് കേരള മുസ്ലിം ജമാഅത്താകുന്നത്. അവരിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായതായിരിക്കുന്ന ഉലമാക്കന്മാർ. ഇങ്ങനെ വ്യത്യസ്തമായതായിരിക്കുന്ന തട്ടുകളിലായി പോർലേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഏതെല്ലാം രംഗത്ത് ആവശ്യമാണോ സാന്നിധ്യം ഉറപ്പുവരുത്തണമോ അവിടങ്ങളിലെല്ലാം തന്നെ മഹത്തായ ദീനിനെ മുറുകെ പിടിക്കുകയും പ്രവർത്തനപാദത്തിൽ സൂക്ഷിക്കുകയും അതോടുകൂടെ തന്നെ ജനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ മഹത്തായ ദൗത്യം നിർവഹിക്കുന്നവരാണെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായതായിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. മയക്കുമരുന്നിൻ്റെ അടിമയായി പോവുകയോ അതിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് വ്യാപാരം നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമാണോ വളർന്നു വരുന്നത് എന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. എത്രത്തോളമെന്ന് വച്ചാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമെല്ലാം ഉണ്ടായ പത്രവാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച തൂഫാൻ മയക്കുമരുന്നിൻ്റെ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പുറപ്പെടുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുകയും ചെയ്തപ്പോൾ ദുഃഖകരമായതായിരിക്കുന്ന ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസുകാർ മദ്യാസക്തരെ തെരഞ്ഞുപിടിക്കുകയും വ്യാപാരികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത അവർ തന്നെ മുഴുകുടിയന്മാരായിരുന്നു, മദ്യാലസത്തിലായിരുന്നു അവർ ആ കാര്യത്തിന് വേണ്ടി മുതിർന്നത് എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം വിചിത്രമായതായിരിക്കുന്ന കാര്യമാണതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
മദ്യം പാടില്ല എന്ന് പറയുന്നതായിരിക്കുന്ന ആളുകൾ മയക്കുമരുന്നിൻ്റെ അടിമകളായി ആടിപ്പാടിക്കൊണ്ടായിരുന്നു അതിന്. പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഏതായിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ തിരിക്കേണ്ടതും അവരെ കണ്ണു തുറപ്പിക്കേണ്ടതുമായതായിരിക്കുന്ന വസ്തുതയാണത്. ഈ രൂപത്തിലാണ് നമ്മുടെ തൂഫാൻ നീങ്ങുന്നത് എങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യമുണ്ടാവും എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട്. എൻ്റെ SSFൻ്റെ സുഹൃത്തുക്കളോട് മഹത്തായതായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഈ ദൗത്യം നിങ്ങൾ കൂടി സഹകരിച്ചു കൊണ്ടിട്ട് നമ്മുടെ മുഴുവൻ ആളുകളിലേക്കും ഈ ദൗത്യം ക്രിയാത്മകമായി നടപ്പിലാക്കാൻ വേണ്ടി ആഹ്വാനം നടത്തുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ സമൂഹത്തിൽ നിന്ന് മഹത്തായ ദുശ്ചെയ്തി നീക്കം ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളിനെ വിശേഷിപ്പിച്ചത് ഉമ്മുൽ ഖബായിസ്, എല്ലാ അനർത്ഥങ്ങളുടെയും എല്ലാ ആഭാസങ്ങളുടെയും എല്ലാ തോന്നിവാസങ്ങളുടെയും മാതാവാണ് എന്നാണ്. കള്ളു കുടിക്കുമ്പോൾ മനുഷ്യൻ ലക്കുകെടുകയും ബോധം നഷ്ടപ്പെടുകയും എന്തും ചെയ്യാൻ മടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സമൂഹം പൂത്തും. സമൂഹമെന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും അടങ്ങുന്ന ഓരോ വ്യക്തികളാണ്. നമ്മുടെ വീടുകളിൽ മഹത്തായതായിരിക്കുന്ന ഈ ദൗത്യം ഉമ്മയും വാപ്പയും മകനും മകളും അടങ്ങുന്നതായിരിക്കുന്ന ഓരോ യൂണിറ്റുകൾ മഹത്തായ ദൗത്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ നാട്ടിൽ നടക്കുന്ന അരാജകത്വത്തിന് വലിയ ഒരളവ് കുറവ് വരുത്താൻ കഴിയും എന്ന് അഭിപ്രായപ്പെടുകയാണ്. മിനിഞ്ഞാന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരൈതവ സഹോദരനും ഭാര്യയും വെട്ടേറ്റ് മരിക്കുന്നത്. ഒന്നുമല്ല, കുടിച്ച് ലക്കുകെട്ട് പണിമാറ്റി വീട്ടിലെത്തി ഭാര്യയുമായി വഴക്കുണ്ടാക്കുകയും കയ്യിൽ കരുതിയതായിരിക്കുന്ന കൊടുവാൾ കൊണ്ടിട്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും സ്വയം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതിന് സാക്ഷിയാകേണ്ടി വന്നു 16-കാരിയായതായിരിക്കുന്ന മകൾ. അച്ഛനും അമ്മയും പരിക്കേൽപ്പിച്ച് സ്വയം മരിക്കുകയാണ്. ഒന്നുമില്ല കുഴപ്പം, മദ്യത്തിൻ്റെ ആസക്തി അതിൽ വിട്ടതായിരിക്കുന്ന അനർത്ഥ അത് നേരിൽ നോക്കിക്കാണുകയാണ്. ഇതൊറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഇതേതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നടക്കുന്നതല്ല. ആ കാര്യത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന ആളുകൾ അവരും ഈ മഹത്തായതായിരിക്കുന്ന ഈ ദുരന്തത്തിന് അടിമകളാകുകയോ അതിൻ്റെ പ്രയോക്താക്കളോ പ്രബോധകരോ ആകുകയോ ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ടുന്ന സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട SSFൻ്റെ വിദ്യാർത്ഥികൾ, നിങ്ങൾ മഹത്തായതായിരിക്കുന്ന ഈ ദൗത്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഒരു വേള നിങ്ങളും അതിൽ ഭാഗവാക്കാവുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ നിർമ്മാർജ്ജനത്തെ, ഈ മഹത്തായതായിരിക്കുന്ന നല്ല കാര്യത്തെ, നമ്മുടെ ഗവൺമെൻറ് നടത്തുന്നതായിരിക്കുന്ന ഈ കാര്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വരും. ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നു എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഏതായിരുന്നാലും നല്ല കാര്യങ്ങൾ തിരിച്ചറിയുകയും ആ കാര്യങ്ങളിൽ നാം സഹകരിക്കുകയും ചെയ്താൽ മഹത്തായതായിരിക്കുന്ന ദീനിൻ പ്രവർത്തകരായി മാറുന്നതോടുകൂടെ പരലോകമോക്ഷത്തിനുള്ളതായിരിക്കുന്ന ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു കാര്യമായി തീരുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സാഹിത്യോത്സവിൽ നിങ്ങൾ നടത്തുന്ന വരകൾ, നിങ്ങൾ നടത്തുന്ന പ്രബന്ധങ്ങൾ, നിങ്ങൾ നടത്തുന്ന പ്രബോധന പ്രസംഗങ്ങൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് ആവേശം പകരുന്ന വ്യത്യസ്തമായതായിരിക്കുന്ന പ്രകടന രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആവാഹിക്കുകയും വേദികളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ എല്ലാം കാതലായതായിരിക്കുന്ന വശം, അതിൻ്റെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഉദിച്ചു വരുന്നതായിരിക്കുന്ന അർത്ഥം, അതിൻ്റെ ഖുലാസ, അത് മഹത്തായതായിരിക്കുന്ന ദീനിൻ്റെ പ്രബോധനത്തിന് മുതൽക്കൂട്ടാകുന്നതായിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം അതാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. എന്ത് മനോഹരമായതായിരിക്കുന്ന നിർദ്ദേശം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദാ ഇലല്ലാഹ്, ദായിയാകുന്നു, പ്രബോധനത്തിനിറങ്ങുന്നു. പക്ഷേ പ്രബോധനം മാത്രമല്ല, വഅമില സ്വാലിഹൻ, സ്വാലിഹായതായിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നു. പോരാ, അതോടുകൂടെ ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് എന്നുറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കാണുമ്പോൾ നമ്മുടെ ഷിആർ മുസ്ലിമിൻ്റേതാകണം.
നമ്മളുടെ പ്രവർത്തനം മുസ്ലിമിൻ്റേതാകണം, നമ്മളുടെ പ്രവർത്തനം അത് ഇസ്ലാമിൻ്റേതാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു. നബി സഹാബത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു, ഇന്ന മിന ഷജരി ഷജറത്തൻ ലാ യസ്ഖുതുഹാ വറഖുഹാ വഹിയ മസലുൽ മുസ്ലിം ഔ ഖാല മസലുൽ മുഅ്മിൻ. ഇന്ന മിന ഷജരി ഷജറത്തൻ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്. ലാ യസ്ഖുതു വറഖുഹാ, അതിൻ്റെ ഇല വീഴുകയില്ല. വഹിയ മസലുൽ മുസ്ലിം, അത് മുസ്ലിമിന് സമാനമാണ്, മുസ്ലിമിൻ്റെ സ്വഭാവത്തോട് പരിപൂർണമായി യോജിക്കുന്നതാണ്. ഖബ്ബിറൂനി മാഹിയ, ഏതാണെന്ന് പറയാമോ? സ്വഹാബത്ത് പലതും ആലോചിച്ചു. മുസ്ലിമിന് സമാനമായതായിരിക്കുന്ന വൃക്ഷം ഏതായിരിക്കുമെന്ന് ആലോചിച്ചു. പലർക്കും മനസ്സിലായില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനൊരു വിശേഷണം പറഞ്ഞിരുന്നു, ലാ യസ്ഖുതു വറഖുഹാ, ഇല വീഴുകയില്ല എന്ന്. ഇല വീഴാത്തൊരു മരമുണ്ട്, അത് മുസ്ലിമിൻ്റെ സ്വഭാവത്തിനോട് പരിപൂർണമായി യോജിക്കുന്നതാണ്. ഖബ്ബിറൂനി, അതേതാണ് എന്ന് പറയാമോ? സഹാബത്തിൽ പ്രമുഖരായതായിരിക്കുന്ന ആളുകളുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആലോചിച്ചിട്ട് കിട്ടിയില്ല. മഹാനായ ധീരൻ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുണ്ട്, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പണക്കാരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പോലെയായിരിക്കുന്ന ആളുകളുണ്ട്, അവർക്കാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആർക്കും പിടികിട്ടാതെ വന്നപ്പോൾ ഖബ്ബിർനാ യാ റസൂലല്ലാഹ്, തങ്ങൾ തന്നെ ഒന്ന് പറയൂ, ഏതാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഹിയ നഖ്ല, അത് നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന ഈത്തപ്പനയാണ്. അത് കാട്ടിലുള്ളായിരിക്കുന്ന മരമല്ല. വനാന്തരങ്ങളിലേക്ക് നിങ്ങളതിനെ തേടിപ്പോകേണ്ടയില്ല, നാട്ടും പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും. നമ്മളെ മുറ്റത്ത് നിൽക്കുന്ന അലാ ഹിയ നഖ്ല, പനയാണത്. എന്താ പനയുടെ പ്രത്യേകതയുള്ളത്? ഈത്തപ്പനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ തെങ്ങ് പോലെയല്ല. നമ്മളെ തെങ്ങ് അനുകൂലമാണ് എന്നുണ്ടായാൽ കായ തരും. ഏതെങ്കിലും തടസ്സം എവിടെയെങ്കിലും ഉണ്ട് എന്ന് കണ്ടാൽ പേടിച്ച് വഴിമാറും. തെങ്ങിന് അങ്ങനെയാണല്ലോ സ്വഭാവം. നേരെ മുമ്പ് തന്നെ തടസ്സത്തിലേക്ക് കൊള്ളുന്നില്ല. എവിടെയെങ്കിലും തടസ്സമുണ്ട് എന്ന് തോന്നിയാൽ തെങ്ങ് വഴിമാറിപ്പോകും. അതോടുകൂടെ തന്നെ പട്ടകൾ അങ്ങനെ കൊഴിഞ്ഞു വീഴുകയും ചെയ്യും. നമ്മളെ മാവ്, മൂച്ചി തുടങ്ങിയതായിരിക്കുന്ന മരങ്ങൾക്കും ഏകദേശം സമാനമായ രൂപം കാണാൻ കഴിയും. ചില സമയത്ത് നോക്കിയാൽ അത് മാവാണോ പിലാവാണോ എന്ന് തിരിച്ചറിയില്ല, ഇല മുഴുവൻ പോയിട്ടുള്ളതായിരിക്കും. സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരികയാണ് ചെയ്യുന്നത്. അനുകൂലമാണ് എങ്കിൽ പൂക്കും കായ്ക്കും നല്ല മനോഹരമാണ്. പ്രതികൂലമാണ് എന്ന് തോന്നിയാലോ വഴിമാറിപ്പോവുകയും ചെയ്യും. പക്ഷേ ഈത്തപ്പനയുടെ സ്വഭാവം അതല്ല. ഈത്തപ്പനയുടെ സ്വഭാവം വെള്ളം കിട്ടിയായി, വെളിച്ചം കിട്ടി, വളം കിട്ടി, അനുകൂലമായ സാഹചര്യമാണ് എങ്കിൽ നല്ലോണം തഴച്ച് വളരും. ഇല്ലെങ്കിലോ ശുഷ്കിച്ചുകൊണ്ടാണെങ്കിലും അതിൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കും. അതിൻ്റെ ഐഡൻറ്റിറ്റി, അതിൻ്റെ വ്യക്തിത്വം ഒരിക്കലും കളയുകയില്ല, ഇല വീഴുകയില്ല. ഇല വെട്ടിമാറ്റിയാൽ മാത്രം നഷ്ടപ്പെടുക എന്നല്ലാതെ സ്വമേധയാ തലീക്കെട്ടഴിക്കുന്ന സ്വഭാവമല്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടുണർത്താനുള്ളത്, ഒമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ് എന്ന് ധീരമായി പറയാൻ പറ്റുന്നതായിരിക്കുന്ന സാഹചര്യം കണ്ടാൽ മനസ്സിലാക്കണം, അത് മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കണം. മുസ്ലിമിൻ്റെ സ്വഭാവം എന്താ? അൽ മുസ്ലിമു ലിൽ മുസ്ലിം കൽ ബുൻയാനി യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. മുസ്ലിമും തമ്മിൽ ഒരു ബിൽഡിങ് പോലെയാണ്. കൽ ബുൻയാൻ, ബിൽഡിങ് പോലെയാണ്. ബിൽഡിങ്ങിൻ്റെ സ്വഭാവം എന്താ? യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, പരസ്പര പൂരിതങ്ങളാണ്. ഒരു കല്ല് അടിയിലാണ്, തറയിലാണുള്ളത്. തറയിലായിരിക്കുന്ന കല്ലിനിക്ക് ആരെങ്കിലും വളരുന്നതിൽ യാതൊരു തരത്തിലുള്ളായിരിക്കുന്ന അസൂയയില്ല. എല്ലാ പ്രയാസങ്ങളും താങ്ങിക്കൊണ്ടിട്ട് ബിൽഡിങ് ഉയരാൻ വേണ്ടിയിട്ട് അത് ക്ഷമിച്ച് ഇരിക്കുകയാണ് ചെയ്യുന്നത്. കൂറ് പിൻവലിക്കുന്നില്ല, കൂറ് മാറുന്നില്ല. എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അടിയിൽ നിൽക്കുന്നു. അതേ അവസരം മുകളിൽ വരുന്നതായിരിക്കുന്ന ആളാണെങ്കിലോ അയാൾ വെയിലേൽക്കുന്നു, മഴയേൽക്കുന്നു, പ്രയാസങ്ങളേൽക്കുന്നു. അങ്ങനെയുള്ളതായിരിക്കുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അടിയിലുള്ളതായിരിക്കുന്ന ആളെ സംരക്ഷിക്കാനും കാക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
പുറമെ നിൽക്കുന്ന പെയിൻറ്റും കുമ്മായവും അതാണെങ്കിലോ കാറ്റും മഴയും എല്ലാം അനുഭവിക്കുന്നു, അകത്തുള്ളവരെ സംരക്ഷിക്കുന്നു. അകത്തുള്ളവരുടെ സ്വഭാവം എന്താ? ഏത് തരത്തിലുള്ളായിരിക്കുന്ന സഹായവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. യശുദ്ധു ബഅ്ളുഹു ബഅ്ള, പരസ്പര പൂരിതങ്ങളാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടതുണ്ട്, പരസ്പര പൂരിതങ്ങളായി മാറേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ദുരിതം അനുഭവിക്കുകയാണെങ്കിൽ അതിൽ മനമുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, മുസ്ലിങ്ങൾ പരസ്പരം പൂരിതമാകുന്നത്. മഹത്തായതായിരിക്കുന്ന ദീനിൻ്റെ പ്രബോധകരായതായിരിക്കുന്ന നമ്മൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസ മിന്നാ മൻ ശബിഅ വജാറുഹു ജാഇഉൻ. അയൽക്കാരന് വിഷമിക്കുന്നുണ്ട് എങ്കിൽ വയറ് നിറച്ചുള്ളുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല കേട്ടോ, നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞത്. ആരാ പറയുന്നത്? മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്. ഓ മുസ്ലിമല്ല, കാരണം അവനിൽ കാണുന്ന മുസ്ലിമിൻ്റെ സ്വഭാവമല്ല. ലാ യൂമിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവായികഹു. അയൽക്കാരന് നിങ്ങളെക്കുറിച്ച് പേടി തോന്നുന്നു എങ്കിൽ അവൻ മുസ്ലിമായിട്ടില്ല. ലാ യൂമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വേണ്ടതുപോലെ മുഅ്മിനായിട്ടില്ല. ലാ യൂമിനു അഹദുക്കും ഹത്താ യഅ്മന ജാറുഹു ബവായികഹു. അയൽക്കാരൻ നിങ്ങളെക്കുറിച്ച് പേടിയില്ല എന്നുള്ളതിലേക്കുന്ന കാര്യം ഉറപ്പു വരണം. അദ്ദേഹം മുസ്ലിമാണ്, നമ്മളെ ദ്രോഹിക്കൂല. അദ്ദേഹം മുഹമ്മദാണ്, അബ്ദുള്ളയാണ്, അഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ഒരു നിലക്കുള്ള ദ്രോഹവും ഉണ്ടാകാൻ സാധിക്കില്ല. ചെയ്യുന്നെങ്കിൽ ഗുണം മാത്രമേ ചെയ്യൂ. ആര് പറയണം? അത് നമ്മളെ പാർട്ടിക്കാരൻ മാത്രമല്ല, ഗ്രൂപ്പുകാരൻ മാത്രമല്ല, അയൽക്കാരൻ ആരായിരുന്നാലും. ആരാണ് അയൽക്കാരൻ എന്ന് ചോദിച്ചപ്പോൾ ചുറ്റുഭാഗത്തുള്ളതായിരിക്കും 40 വീട്ടുകാരാണ്. 160 വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരാൾ, ഈ 160 ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം നമ്മുടെ സഹായിയാണ് എന്ന തോന്നൽ അവരുടെ മനസ്സിൽ ഉണ്ടാകണം. 40 പഞ്ചായത്തിൻ്റെ ഉള്ളിൽ മുസ്ലിം ഭരിക്കുന്ന ഒരു പഞ്ചായത്തുണ്ട് എങ്കിൽ ആ പഞ്ചായത്തുകാരൊക്കെ മനസ്സിലാക്കണം, അത് ഭരിക്കുന്ന നടുവിൽ നിൽക്കുന്നവൻ മുസ്ലിം പഞ്ചായത്ത്, അത് നമുക്ക് സഹായം മാത്രമേ ഉണ്ടുള്ളൂ, ദ്രോഹമുണ്ടാവുകയില്ല. മുസ്ലിം രാഷ്ട്രങ്ങളും ഇതേ സമാനമായതായിരിക്കുന്ന രീതി സ്വീകരിക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീർഘവീക്ഷണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതം മാറിയാലല്ലാതെ ഇന്ന് നാം അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ദീനിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് വേണ്ടതുപോലെ വരുന്ന ആളുകളിൽ അതിശക്തമായതായിരിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ പൂർണ്ണരൂപം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. 100 വർഷം നമ്മുടെ നേതാക്കൾ കാത്തു സൂക്ഷിച്ച ആശയം അതാണ് നമ്മളിൽ ഇന്ന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വരുന്ന ആളുകളിലേക്ക് കേടുകൂടാതെ ഇത് സംഭാവന ചെയ്യുകയും അത് പ്രബോധനത്തിലും പ്രവർത്തനത്തിലുമായി കൈമാറുകയും ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട ഇന്നിൻ്റെ വിദ്യാർത്ഥികൾ, നാളെയുടെ നായകന്മാർ, SSFൻ്റെ നേതാക്കന്മാർ, നിങ്ങളുടെ പ്രസംഗം, നിങ്ങളുടെ പ്രബന്ധം, നിങ്ങളുടെ വര, നിങ്ങളുടെ ഗാനം, നിങ്ങളുടെ കവിത, അതെല്ലാം ഈ ആശയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കണം. ആശയം അത് ഏറ്റവും വലുതാണ്. പിന്നെ മിനൽ ബയാനിൽ സിഹ്റ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സാഹിത്യത്തിന് വല്ലാത്തൊരു മാസ്മര ശക്തിയുണ്ട്, അത് വശ്യതയുള്ളതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ കവിത, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ ലേഖനം, നമ്മുടെ പ്രവർത്തനം. അതിനെല്ലാം വലിയ സ്വാധീനമുണ്ട്. വരുന്ന ആളുകളിൽ അതിന് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന ഉത്തമ ബോധം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ആ നിലയ്ക്ക് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങുകയും വേണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിട്ട് മഹത്തായ വേദി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ വചനം ഉരുവിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين
اللهم شتت شملهم وفرق جمعهم. اللهم ربنا اغفر لنا وارحمنا ولوالدينا ولجميع من ماتوا من قرابتنا مصاهرتنا وصداقتنا وحزبنا. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.